ഹലോ ഗൈസ്, എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിലുണ്ടല്ലോ, നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ തോമസ് വൈദ്യനെ കാണാൻ വേണ്ടി വരികയാണ് അല്ലെ. അപ്പൊ അദ്ദേഹം എന്തോ പ്രാർത്ഥനയിലായിരിക്കും. അപ്പൊ അദ്ദേഹത്തോട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ വന്ന് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ പറയാ, അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ തോമസ് വൈദ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥനയിൽ ഒരു എന്തോ പോലെ തോന്നുന്നു, ആ പെൺകുട്ടിയെ തിരിച്ചയക്കരുത്, ആ പെൺകുട്ടിയെ എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മിയായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മുടെ കണ്ണനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, ഇങ്ങനെ ആക്സിഡന്റിൽ പറ്റിയതാണെന്നും ഇത്ര നാളായി നമ്മുടെ കണ്ണൻ എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും നീ എന്തേ അദ്ദേഹത്തെ കെട്ടി എന്ന് ചോദിക്കുന്നുണ്ട്, കണ്ണനെ കെട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ, കണ്ണേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു സഹതാപം തോന്നിയിരുന്നു. പിന്നീട് ഞാൻ ദൈവത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ നറുക്കിട്ട് ചോദിച്ചപ്പോൾ വിവാഹം ചെയ്യണം, അദ്ദേഹത്തെ തന്നെ വിവാഹം ചെയ്യണം എന്നുള്ളൊരു ഉത്തരമാണ് ഭഗവാൻ എനിക്ക് തന്നത് എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, ഓ ഇത് ദൈവം കൂട്ടിച്ചേർത്ത ബന്ധമാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളെ ദൈവം ഉറപ്പായിട്ടും അനുഗ്രഹിക്കും, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, കണ്ടാലേ പറയാൻ സാധിക്കൂ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭർത്താവിന് ഉറപ്പായിട്ടും എത്രയും വേഗം ഇവിടെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചു പോകുക കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തായാലും ഭയങ്കര വിശ്വാസമുണ്ട്, തന്നെ താൻ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ തന്നെ ചതിക്കില്ല, ഉറപ്പായിട്ടും കണ്ണിട്ടിനെ തിരികെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഇത് നമ്മുടെ സാഗരടുത്ത് വന്ന് പറയുന്നുണ്ട്, കണ്ണേട്ടനെ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ വൈദ്യർ പറഞ്ഞിരിക്കുന്നതെന്ന്. അങ്ങനെ ഇവർ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ചു പോരാൻ പോകുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഒരാളെ കാണുകയാണ്. ആരെയും? നമ്മുടെ മേഘനാഥൻ നമ്മുടെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം നമ്മുടെ മഹാലക്ഷ്മിയുടെ മുറിയിൽ ഒരാളെ കയറ്റി ഒളിപ്പിച്ചിരുന്നല്ലോ, നമ്മുടെ മേഘനാഥന്റെ ഡ്രൈവറായിട്ട് ഇപ്പൊ പോയേക്കുന്ന ഒരാള്. അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയാണ്, ആ ഒരു മഠത്തിൽ വെച്ച് കാണുകയാണ്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി വേഗം നമ്മുടെ സാഗറിനെ കൊണ്ട് വണ്ടി നിർത്തിച്ചിട്ട് അയാളുടെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പോയി നമ്മുടെ അദ്ദേഹം എത്തിച്ചേർന്നത്, അയാൾ എത്തിച്ചേർന്നത് ആരുടെ അടുത്തായിരിക്കും? നമ്മുടെ മേഘനാഥിന്റെ അടുത്ത്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നോക്കുമ്പോൾ രണ്ട് കള്ളന്മാരും കൂടി ഒരുമിച്ച്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി വന്നപ്പോൾ നമ്മുടെ മേഘനാഥിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഓഹോ, ഇയാളെ പറഞ്ഞയച്ചാൽ നിങ്ങൾ അറിഞ്ഞില്ല, നിങ്ങൾക്ക് എന്താണ് ഇതുവരെയ്ക്ക് നിങ്ങൾക്ക് നിർത്താൻ സാധിച്ചിട്ടില്ലേ നിങ്ങളുടെ ഈ ചീഞ്ഞ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി കുറെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു മേഘനാഥനാണ് അമ്മാവന്റെ മകൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല കേട്ടോ. തന്നെ ശല്യപ്പെടുത്തിയ ആൾ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോൾ നമ്മുടെ മേഘനാഥന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എനിക്ക് ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ട്, ഇനി നിങ്ങളെങ്ങാനും വല്ല ദുരുദ്ദേശം വെച്ച് എന്റെ പിന്നാലെ നടന്നാല് നിങ്ങൾക്ക് കണക്കിന് മറുപടി ഞാൻ തരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി സ്വരത്തില് പറയുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ നമുക്ക് എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനിയായിരിക്കും നമ്മുടെ കണ്ണനെ കൂടി നമ്മുടെ മഹാലക്ഷ്മി ആ ഒരു വൈദ്യരുടെ അടുത്തേക്ക് വരുന്നത്. ഇനി ആ സമയത്ത് നമ്മുടെ കണ്ണൻ നമ്മുടെ മേഘനാഥനെ അവിടെ വെച്ച് കാണുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതൊക്കെ ഒന്നും കണ്ടു തന്നെ അറിയണ്ട. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.